ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. എന്നോടൊപ്പം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെതി പാലക്കലോടി, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പിൽ, പ്രിയപ്പെട്ട രാജീവ് മേനോൻ, അതുപോലെ തന്നെ പ്രസാദ് ഏട്ടൻ, ശ്രീ പരമേശ്വരൻ നായർ അവർ അടക്കമുള്ളവർ ഇവിടെ എന്നോടൊപ്പം ഉണ്ട്. ഇത് പുതുപ്പള്ളി ഹെറിറ്റേജ് സെന്റർ എന്ന് പറഞ്ഞ ഒരു പുതുപ്പള്ളി ഹെറിറ്റേജ് കൾച്ചർ സെന്റർ എന്ന് പറഞ്ഞ കൾച്ചർ സെന്റർ രൂപീകരിക്കുന്നതിൻ്റെ ഒരു പ്രഖ്യാപനം നടത്താൻ കൂടിയാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. പ്രത്യേകിച്ചറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാനം നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നായിരുന്നു. എൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അത് ആർക്കിയോളജിക്കൽ സർവേ കേരളയ്ക്ക് കൊടുത്തു, 50 ലക്ഷം അലോട്ട് ചെയ്തു. അതിനുശേഷം അദ്ദേഹം MLA ആയിരുന്നു. അതിനുശേഷമൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ പുനരുദ്ധാനത്തിന്. പക്ഷെ അത് നടക്കാതെ വരുന്ന സാഹചര്യം, നിസ്സഹകരണം ഉണ്ടായ സാഹചര്യത്തിലാണ് നമ്മൾ കല്യാൺ ജ്വല്ലേഴ്സിനെ അപ്രോച്ച് ചെയ്തു. അവർ നമുക്കൊരു 15 ലക്ഷം രൂപ CSR വഴി തന്നു. പക്ഷെ ആ ഒരു അമ്പലത്തിൻ്റെ പുനരുദ്ധാനം അത്രയും എമൗണ്ടിൽ തീരുന്ന ഒരു പരിപാടിയല്ല. അവിടെയാണ് കേരള സർക്കാർ 1 കോടി രൂപയോളം കഴിഞ്ഞ ബഡ്ജറ്റിൽ അലോട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും അതിന് വിപുലമായ ആ പ്രദേശത്തിൻ്റെ പുനരുദ്ധാനത്തിന് വേണ്ടി ഒരു പുതുപ്പള്ളി ഹെറിറ്റേജ് കൾച്ചർ സെന്റർ രൂപീകരിക്കുകയാണ്. അതിൻ്റെ മുഖ്യ രക്ഷാധികാരിയായി ബ്രഹ്മശ്രീ എളങ്ങള്ളൂർ സദാനന്ദൻ നമ്പൂതിരി ആണ് മുഖ്യ രക്ഷാധികാരിയായി വരുന്നത്. രക്ഷാധികാരികൾ ശ്രീ ഡോക്ടർ KP ജോയ്, സുധീർ നമ്പൂതിരി, ശ്രീ പ്രൊഫസർ PM ഗോപി അവർ, ശ്രീ ഡോക്ടർ രാജ്കുമാർ കൈതമറ്റം, ഡോക്ടർ PS വാര്യർ വെന്നിമല, ശ്രീ മധുസൂദനൻ ശ്രീശൈലം, ശ്രീ CG രാമകൃഷ്ണ പണിക്കർ, ശ്രീ ശശി SK, ശ്രീ ഗോപി PP, ചെയർമാനായി പുതുപ്പള്ളി MLA, വൈസ് ചെയർമാൻമാർ ശ്രീ സാബു പുതുപ്പറമ്പിൽ, ശ്രീ ജെതി പാലക്കലോടി, പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ ജിനു K പോൾ, ബ്ലോക്ക് മെമ്പർ, CPMന്റെ നേതാവായ ശ്രീ CS സുധൻ, ശ്രീ പ്രസാദ് KA അമ്പലത്തിൽ നിന്നുള്ള സമിതി അംഗം തന്നെയാണ്, സെക്രട്ടറിയായി ശ്രീ പ്രദീപ് കുമാർ, ട്രഷറർ ശ്രീ NK ഋഷിരാജ് സാർ അടക്കമുള്ള ഒരു കമ്മിറ്റി. ഇതിനകത്ത് പൊതുസമൂഹത്തിന് വേണ്ടി ഒരു കമ്മിറ്റി അവിടെ ഉണ്ടാക്കുകയാണ്. പുതുപ്പള്ളിയിലെ പൊതുസമൂഹത്തിന് വേണ്ടി പ്രധാനപ്പെട്ട ലക്ഷ്യം അമ്പലത്തിൻ്റെ പുനരുദ്ധാനമാണ്. അതിനോട് ചേർന്ന് ഒരു ഹെറിറ്റേജ് മ്യൂസിയം, പുതുപ്പള്ളിയുടെ തന്നെ ഒരു ടൂറിസം സാധ്യത കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഹെറിറ്റേജ് മ്യൂസിയവും, അതിനോടനുബന്ധിച്ച് ഒരു ബേസ് ക്യാമ്പ്, ശബരിമലയിൽ പോകുന്ന ഭക്തർക്ക് ഒരു ബേസ് ക്യാമ്പ് കൂടി നിർമ്മിക്കാനുള്ള ഒരു ആലോചനയിലാണ് ഈ സമിതി ഉള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും, അതുപോലെ തന്നെ അവിടുത്തെ പുനരുദ്ധാനത്തിനും, പുതുപ്പള്ളിയിലെ സാംസ്കാരിക തനിമ വീണ്ടെടുക്കുവാൻ തക്കമുള്ള പുനരുദ്ധാനത്തിനും വേണ്ടി കൂടിയാണ് ഈ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും പിന്തുണ ഈ ഒരു കാര്യത്തിന് ഉണ്ടാകണം അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഇതുവരെ എല്ലാവരെയും ചേർന്നുള്ളൊരു കൂട്ടായ്മ, അതിനകത്ത് പാർട്ടിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും, എല്ലാവരും ഇതിനകത്ത് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും സഹകരിക്കുവാനുള്ള അവസരമുണ്ട്. ഇനിയും കൂടുതൽ ആൾക്കാർ പങ്കുചേരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരാമെന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ സമിതിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ, ഈ സമിതി ഫണ്ട് സ്വീകരിച്ചാലും അത് കൈകാര്യം ചെയ്യുകയില്ല. അത് ഗവൺമെന്റിന് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ ആ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്ന് ഈ പദ്ധതി നടപ്പിലാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമിതി ഒരു എന്താ പറയുക, ഓൾ പാർട്ടി ഇനിഷ്യേറ്റീവായിട്ടാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവായിട്ടാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. അതാണ് പ്രധാനമായി എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഇപ്പം പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ അമ്പലം. പക്ഷേ പുരാവസ്തുവിന്റെ കൂടി അനുമതിയോടുകൂടി
ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കണമെന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചുള്ളത് നാഷണൽ കൾച്ചറൽ ഫണ്ടാണ്. നാഷണൽ കൾച്ചറൽ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള സ്ഥാപനമാണ്. അവർക്ക് ഇത് നേരത്തെ വന്ന് എടുക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ആ ഫണ്ടിന്റെ അഭാവം സംസ്ഥാന സർക്കാരിനോട്, അന്നത്തെ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ട് അവർ ചെയ്യാൻ തയ്യാറാവാത്തതുകൊണ്ടാണ് അത് മുടങ്ങിക്കിടന്നത്. ഇന്നിപ്പം 1,15,00,000 രൂപ ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഗവൺമെന്റും അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാംസ്കാരിക കൾച്ചറൽ ഫണ്ടിലേക്ക് തന്നെ അത് കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് സർക്കാരിന്റെ കൂടെ താല്പര്യം പറഞ്ഞിട്ടുമായിരിക്കും അത് ചെയ്യുക. അതുപോലെ അവിടെയൊക്കെ ഓൾറെഡി ഒരു റോഡ് 5 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ 3 വർഷം മുമ്പ് മാറ്റിവെച്ചാണ്. അവിടെ ഇപ്പോഴാണ് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടപ്പിലാക്കിയിരിക്കുന്നത്. അത് വളരെ ഖേദകരമാണ് എന്ന് പറയാതിരിക്കാൻ തരവില്ല. 5 കോടി രൂപ കൊടുത്തിട്ട് 3 വർഷമായി. ഇപ്പോഴാണ് തർക്കം തീരുന്നത്. ഇതിപ്പം ഒരു സർക്കാരിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വകുപ്പുകൾ തമ്മിലുള്ള ഒരു ചേർച്ചയില്ലായ്മ കൂടിയുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു രാമായണ മ്യൂസിയം പോലെ, അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള അവിടുത്തെ ചരിത്രത്തിൽ ഇപ്പം നമ്മുടെ ഷഡ്കാല ഗോവിന്ദന്മാരാരുടെ ജന്മപ്രദേശവും അങ്ങനെയുള്ള ഹെറിറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കാണിക്കാനുള്ള വേദിയായിട്ടാണ് ഞങ്ങളതിനെ കണക്കാക്കുന്നത്. പിന്നെ മറ്റൊരു അറിയിപ്പ് ഉള്ളത്, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ഈ 22-ന് കുമരകത്ത് വെച്ച് നടക്കാൻ പോവുകയാണ്. 6 മണിക്ക് വെച്ചാണ് പരിപാടിയുടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കുമരകം പാർക്ക് റിസോർട്ട് വെച്ചാണ് ആദ്യമായി സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുന്നത്. അതിനു മുമ്പ് 5:30 അദ്ദേഹത്തിന്റെ കല്ലറയിലും 6 മണിക്ക് വിപുലമായ MLA അടക്കമുള്ളവർ പങ്കെടുക്കുന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗം പാർക്ക് റിസോർട്ട് കുമരകത്ത് വെച്ച് നടക്കുന്നതായിരിക്കും. നേരത്തെ ഒരു സർക്കാർ അധികാരത്തിൽ IPL സ്റ്റേഡിയം എന്നല്ല, ക്രിക്കറ്റ് സ്റ്റേഡിയം. അതിന്റെ പൂർണ്ണമായ പ്രവർത്തനത്തിലാണ് ഇന്നുള്ളത്. IPL മാത്രമല്ല, സാധിക്കുമെങ്കിൽ ഇന്റർനാഷണൽ മാച്ചസ് നടത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തമാശയായിട്ട് പറയുന്നതല്ല, തമാശയായിട്ട് തോന്നുന്ന സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, സീരിയസ് ആയിട്ട് നടത്തിയിരിക്കുകയും ചെയ്യും. അതിന് ഇന്ന് തന്നെ തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് ലീഗിന് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഞാൻ അവിടെ പോവുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, എൻ്റെ അടുത്ത് IPL ഫാൻ പാർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ തമ്മിൽ ധാരണയിലെത്തി പുതുപ്പള്ളിയിൽ സ്റ്റേഡിയം ഉണ്ടാകുമെന്ന്. അപ്പൊ 2 സ്ഥലം കണ്ടു കഴിഞ്ഞു. 2 സ്ഥലം കണ്ടപ്പോഴും അതിന് അനുയോജ്യമല്ല എന്ന് കണ്ടതുകൊണ്ട് 3ാമത്തെ സ്ഥലത്തിലേക്ക് നോക്കുകയാണ്. ആ 3ാമത്തെ സ്ഥലം നോക്കി അവർ അനുയോജ്യമാണെന്ന് പറഞ്ഞാൽ ആ സ്ഥലം ഏറ്റെടുത്ത് അവിടെ തന്നെ എത്രയും പെട്ടെന്ന് അവിടെ സ്റ്റേഡിയം പണിയും. മാത്രമല്ല, എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇത് ക്രിക്കറ്റ് സ്റ്റേഡിയം മാത്രം ഒതുങ്ങുന്ന ഒരു സ്വപ്നമല്ല. എൻ്റെ സ്വപ്നം, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം പറഞ്ഞ പോലെ, ഒരു സ്പോർട്സ് സിറ്റി പുതുപ്പള്ളിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഫുൾ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നു. വേണ്ടി വന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിനുവേണ്ടിയുള്ള ഇൻവെസ്റ്റർ മീറ്റർ വരെ തയ്യാറായി ഞാൻ ഇരിക്കുകയാണ്. അതിന് ഒരു സംശയമില്ല, നമ്മൾ അത് നടത്തിയിരിക്കും. 3-4 വർഷത്തെ സമയം എനിക്ക് തന്നാണ്. ആക്സസിബിലിറ്റി ഒരു വലിയ ഘടകം തന്നെയാണ്. റോഡും ഇല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഞാൻ ഇന്നലെ ഉദ്യോഗസ്ഥരെ കൃത്യമായി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആക്സസിബിലിറ്റി ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും, ഈ സർക്കാർ അത് ഉണ്ടാക്കിയിരിക്കും, അത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ലാഫിംഗ് ക്ലബ്ബുകൾ. ഇപ്പോൾ എല്ലാവർക്കും സ്ട്രെസ് കൂടുന്ന സമയമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വരാം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പുതുപ്പള്ളിയിൽ 5 ലാഫിംഗ് ക്ലബ്ബുകൾ തുടങ്ങാനുള്ള പരിപാടി കൂടിയുണ്ട്. അതായത് പല സ്ഥലത്തും ഉള്ളതാണ്. പാമ്പാടി, പുതുപ്പള്ളി, അതുപോലെ അകലക്കുന്നം, മണർകാട് ഭാഗത്താണ് 5 സ്ഥലങ്ങൾ ലാഫിംഗ് ക്ലബ്ബുകൾ. അതായത് ഒന്ന് ചിരിക്കുവാനും ഒന്ന് ചിരിക്കുവാനും ഉള്ള ഒരു വേദി. പലയിടത്തും ഈ വിദേശത്തും മാത്രം സ്വദേശത്തും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആൾക്കാർ ചുമ്മാ ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ക്ലബിന് 10 ലക്ഷം രൂപ വെച്ച് ഞാൻ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലാഫിംഗ് ക്ലബ്ബ് പുതുപ്പള്ളി വില്ലേജ് തന്നെ ആയിരിക്കും. അത് PHC അവിടെ രൂപീകരിക്കുന്നിടത്ത് അവിടെ തന്നെ വരും. അതിനോട് ചേർന്ന് ഭാവിയിൽ അതിനെ ജിമ്മായിട്ടും, അത് പ്രായമായിട്ടുള്ളവർക്കും ചെറുപ്പക്കാർക്കും കൂടി വരുന്ന രീതിയിലായിരിക്കും ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനൊരു ജിം പ്ലസ് ലാഫിംഗ് ക്ലബ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞങ്ങൾ പുതുപ്പള്ളി പോയിരിക്കുകയാണ്. അതിനും നിങ്ങളെ സ്വാഗതം ചെയ്യുക. ഇനി നിങ്ങൾ എന്നെ കാണാൻ അവിടെ പോയിട്ട് വന്നാൽ മതി.
പ്രത്യേകിച്ച് കരളി. അതുപോലെ പിതാവിന്റെ നേരത്തെ പറഞ്ഞിരുന്നു സർക്കാർ മാറുന്ന പിതാവിന്റെ കല്ലറ നിർമ്മാണവും നടത്തുമെന്ന് പറഞ്ഞു. അതിന്റെ എന്നാന്ന് പറഞ്ഞില്ലല്ലോ, അത് നടന്നു. അതിന്റെ താമസിക്കുന്നത് അത് കുഴപ്പമില്ല. അല്ല, ചുമ്മാ ചിരിക്കുക, അത്ര വേറെ ഒരു പരിപാടിയില്ല. കാരണം അതാണ് അവിടെ കാരണം വേണ്ട. അവിടെ ലാഫിംഗ് ക്ലബിലാണ് ചിരിക്കാൻ കാരണം വേണ്ടത്. ഇവിടെ ചിരിക്കാൻ കാരണം വേണം. അല്ലെ നിങ്ങൾ അതിനുള്ള പേരെ പറയും. ഇവിടെ അവിടെ കാരണം വേണ്ട, ചുമ്മാ ചിരിക്കുക, സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളത്. ഋഷികാന്ത് സാറിക്ക് വന്നേ, ഇതിന്റെ ട്രഷറാണ് സാർ. വരും. അവിടെ ചിരിക്കാൻ കാരണം വേണ്ട, വെറുതെ ചിരിച്ചോണം. വേറെ എവിടെയെങ്കിലും ചിരിച്ചാൽ പട്ടാന്ന് പറയുകയല്ലേ, അതുകൊണ്ട് അതവിടെ ഏതാ ലാഫിംഗ് ക്ലബ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പൊ ഉണ്ടല്ലോ അല്ലേ, അപ്പൊ അവിടെ സംശയം തീർന്നു. അങ്ങനെ പ്രശ്നം നോർമലായിട്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലായല്ലോ. ഞങ്ങളുടെ സർക്കാർ വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്യേണ്ട ഉദ്ഘാടനം പോലും മറ്റ് MLA-മാർ വന്ന് ചെയ്ത കാര്യമുണ്ട്. ഇപ്പം റോഡുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. സർക്കാർ ചെയ്താൽ, സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്താൽ വെൽ ആൻഡ് ഗുഡ്, ഇല്ലെങ്കിൽ സമരത്തിന്റെ പാത സ്വീകരിക്കാനും എനിക്ക് മടിയില്ല. നിങ്ങൾ ഇപ്പൊ എനിക്ക് 3 മാസം സമയമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഞാൻ കൊടുക്കാൻ റെഡിയാണ്. 3 മാസം വേണം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ ഒന്ന് പുതുപ്പള്ളിക്ക് വരണം. ഇപ്പൊ മന്ദിരം ാണ് നമ്മുടെ ബോർഡർ വരുന്നത്. കോട്ടയത്തിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ മന്ദിരത്തിൽ നല്ല റോഡ് തീരും. ചങ്ങനാശ്ശേരി നിന്ന് വരണം, 4 നാക്കലാണ് അവിടുത്തെ ബോർഡർ, അവിടെ നല്ല റോഡ് തീരും. അത് തന്നെ അപ്പുറത്തെ മണ്ഡലത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ഈ 3 മണ്ഡലത്തിലും റോഡിന്റെ കൃത്യമായ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം 2 ഉദ്യോഗസ്ഥരെ എൻ്റെ വണ്ടി കയറ്റിക്കൊണ്ടുപോയി ഈ റോഡുകൾ മൊത്തം ഞാൻ കാണിച്ചു കൊടുത്തു. ഇതെങ്ങനെയാണ് പുതുപ്പള്ളിയോട് മാത്രം അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത്? അതുകൊണ്ട് ഞാൻ ഇന്ന് മന്ത്രിക്ക് കത്ത് കൊടുത്തിരിക്കുക, പുതുപ്പള്ളിക്ക് മാത്രം ഒരു സെക്ഷൻ ഓഫീസ് അനുവദിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. കാരണം അത് ഒരു ശരിയായ പ്രവണതയായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അത് പാർട്ടിയോ രാഷ്ട്രീയമോ ഗവൺമെന്റ് അല്ല, അത് ഉദ്യോഗസ്ഥർ അല്പം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മണ്ഡലത്തിനോട് മാത്രം ഒരു അവഗണന കാണിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ സമയം ചോദിച്ചിരിക്കുന്നു, സമയം കൊടുക്കാൻ ഞാൻ റെഡിയാണ്, പ്രശ്നമില്ല. പക്ഷെ ഇല്ലെങ്കിൽ സമരം തന്നെയായിരിക്കും എന്ന് പറയേണ്ടിയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, അത് ഉദ്യോഗസ്ഥ മനോഭാവം മാറട്ടെ, സമയമെടുക്കും. ഇപ്പൊ ഈ കാഞ്ഞിരപ്പള്ളി കേക്കറോഡിൽ മണർകാട് ഗതാഗതമാണ്. കഞ്ഞിക്കുഴിയില് ഒരുപാട് റോഡുകൾ സംഘടിപ്പിച്ച സ്ഥലമാണ്. ഇപ്പൊ മണർകാട് ഗതാഗതത്തിற்கு പരിഹരിക്കാൻ വേണ്ടി വഴിതിരിച്ച് പഞ്ചായത്തിൽ ചെറിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിപ്പോ തകർന്ന് താറുമാറായി കിടക്കാം. ഇവിടേക്ക് മേൽപ്പാലങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കി അല്ല, അത് അതിനുള്ളത് NS-ന്റെ കീഴിലുള്ള കാര്യമാണ്. നമുക്ക് അതിനകത്ത് അവരുമായിട്ട് ചർച്ച ചെയ്ത് അവരാണ് ചെയ്യേണ്ട കാര്യം. പക്ഷെ ഇതിനകത്ത് ചെറിയൊരു അലംഭാവം, ഞാൻ പറയുന്നത് ഗവൺമെന്റിനല്ല, ഉദ്യോഗസ്ഥർ പൊതുവെ, അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. അത് ഞാൻ ഇപ്പം ഇന്നലെ തന്നെ മണനാട് പള്ളിയുടെ മീറ്റിംഗിൽ വെച്ച് റോഡിന്റെ കാര്യം മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് 2 ആഴ്ച മുമ്പ് ഞായറാഴ്ച ഞാൻ ഉദ്യോഗസ്ഥരെ മൊത്തം വിളിച്ചു വരുത്തി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് വെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രത്തിൽ തന്നെ നമ്മുടെ ഓഗസ്റ്റ് 12 പാവാണ്. ഞാൻ 3 ആഴ്ച മുമ്പ് മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു 5 കോടിയുടെ വർക്ക് അവിടെ നിൽക്കട്ടെ, അതിപ്പം പക്ഷെ ഒരു റോഡെങ്കിലും നന്നാവണ്ടേ. ഒരു റോഡ് ആ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് വാക്ക് തന്നെന്തറിയോ, എനിക്ക് വാക്ക് തന്നത് ഇത് വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണ്, ഉടനെ തന്നെ ഇത് നന്നാക്കും. അപ്പൊ ഞാനത് വിശ്വസിച്ച് ഞങ്ങൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. കർക്കിടക 3 ദിവസം മുമ്പ് ഞാൻ അന്വേഷിച്ച് പറയും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ മിനിസ്റ്ററെ വിളിച്ചു. മിനിസ്റ്റർ പറഞ്ഞു ഒരു കാരണവശാലും അനുവദിക്കത്തില്ല എന്ന്. മിനിസ്റ്റർ നേരിട്ട് ഇടപെട്ടിട്ടാണ് ആ അല്പമെങ്കിലും ഒരു
മക്ക് കൊണ്ടുവിട്ടത്. അത് 3 ആഴ്ച എന്ന് പറഞ്ഞ വാക്കാണ്. പിന്നെ പാലിക്കണമെങ്കിൽ മിനിസ്റ്റർ ഇടപെടണം, മിനിസ്റ്റർ പറയണം. അതാണ് ഇതിനകത്തൊരു സിറ്റുവേഷൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഓരോരുത്തരും പാസിംഗ് ദ ബക്ക. ഒരാൾ പറയും ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല, അടുത്ത ആൾ ഉത്തരവാദിത്വം, അവർ പറയും വേറെ ആളുടെ ഉത്തരവാദിത്വം. ഇങ്ങനെ പാസിംഗ് ദ ബക്കാണ്. റെസ്പോൺസിബിലിറ്റി ആരും എടുക്കുന്നില്ല. ഇപ്പൊ മിനിസ്റ്റർ തന്നെ എല്ലാ കാര്യത്തിനും ഇടണമെന്ന് പറഞ്ഞാൽ പിന്നെ ഉദ്യോഗസ്ഥരെന്താ? ഞാൻ എല്ലാം അവരുടെ കുറ്റമാണെന്ന് പറയുന്നില്ല, അവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരോടുള്ള എനിക്കുള്ള അഭ്യർത്ഥന, റോഡിന്റെ കാര്യത്തിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാകും. ഇന്നിപ്പം ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഞാൻ പറഞ്ഞിട്ട് ഇന്ന് കൂടിയിരിക്കുക. വാട്ടർ അതോറിറ്റിയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അടക്കമുള്ളവർ ഇന്നിപ്പം ഒരു ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കി. TVയിൽ ഇപ്പം കൂടിയിട്ട്, അതുകൊണ്ടാണ് പ്രസിഡന്റ് താമസിച്ചത്. അതായത് വാട്ടർ അതോറിറ്റിയും PWDയും അവർ ഒരുമിച്ച് കൂടി നമ്മുടെ ജനപ്രതിനിധികളെ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുക. കാരണം ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. ജനപ്രതിനിധികൾ അതിന്റെ ബുദ്ധിമുട്ട് അവരെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനില്ല, ഒരു സബ് വർക്കിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുക പുതുപ്പള്ളിക്ക് വേണ്ടി മാത്രം. അത് എഫക്റ്റീവായിട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അവർ ഇടയ്ക്കിടയ്ക്ക് കൂടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ നടക്കില്ല. നമ്പർ പറഞ്ഞാൽ എനിക്ക് കണക്കെടുക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പഞ്ചായത്ത് റോഡ് ഒരു ദിവസത്തെ തകർന്നു കിടക്കുകയാണ്. അതൊരു വലിയ ഫാക്ടറാണ്. ഇപ്പൊ ഞങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി 6 റോഡ് ചോദിച്ചു, പക്ഷെ 1 റോഡാണ് തന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും മിനിസ്റ്റർ വിളിച്ചിരിക്കുക, മിനിമം 3 റോഡെങ്കിലും ഞങ്ങൾക്ക് തരണം. കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിന് മുഖ്യമന്ത്രി വന്നു. കേരളത്തിന് മുഖ്യമന്ത്രി വന്ന റോഡൊന്ന് കാണണം നിങ്ങൾ. എൻ്റെ പിതാവിന്റെ കളറെ വന്നപ്പോൾ ആ റോഡ് തകർത്ത് കിടക്കുക. ഞാൻ ഇന്നലെ എണ്ണി, ആ ഒരു 200 മീറ്റർ സ്ട്രെച്ചിൽ 13 കുഴിയുണ്ട്. ആ കുഴി എങ്ങനെയാണ് നികത്തത് എനിക്കറിയത്തില്ല. ഇവര് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് മാറുകയാണ്. അത് വളരെ ഖേദകരമായ സിറ്റുവേഷനാണ്. ഉദ്യോഗസ്ഥന്മാരെ ചാരിയല്ല, കഴിഞ്ഞ ഗവൺമെന്റ് ചാരി തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ചാരുവാണെങ്കിൽ ഞാൻ രാഷ്ട്രീയം പറയുവാണെങ്കിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ കാണിച്ച ഏറ്റവും അന്യായം ഞങ്ങളുടെ മണ്ഡലത്തിലാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ പറയേണ്ടി വരുവാണെങ്കിൽ അങ്ങനെ പറയും. നിങ്ങളുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്ത ഓരോ മര്യാദകേടുമാണ്. നിങ്ങൾ കാഞ്ഞിരപ്പള്ളി വരെ റോഡ് നന്നാക്കുക, അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി റോഡ് നന്നാക്കുക, ഞങ്ങളുടെ നാട്ടിലോട്ട് റോഡ് നന്നാക്കാതിരുന്നിട്ട് അങ്ങനെ ഒന്നും പറയണ്ട. അതെ, അതൊക്കെ ആദ്യം നല്ല റോഡ് വരട്ടെ, കുഴി അടച്ച റോഡ് വരട്ടെ. ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഉത്തരവാദിത്വം രാഷ്ട്രീയത്തിലുണ്ട്. എൻ്റെ അടുത്ത് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്നലെ ഇത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കേസ് കിട്ടാത്തതിന്റെ കാരണം പറഞ്ഞു. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. ഞാൻ രാഷ്ട്രീയം പറയണ്ടെന്ന് വെച്ചോണ്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അവിടെ പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ ആയിരുന്നു. 6 പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ ആയിരുന്നു. പഞ്ചായത്ത് സഹകരിക്കുന്നില്ല. PWD കാര്യത്തിൽ മന്ത്രി ചെയ്യണ്ടേ, മന്ത്രി ചെയ്തില്ല. കഴിഞ്ഞ മന്ത്രിയും കഴിഞ്ഞ സർക്കാരും ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് വീട്ടിയിരിക്കുന്നത്. അത് ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് 3 മാസം കൊണ്ട് തിരുത്തിക്കോളും. 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരുത്തിക്കോളും. അത് ഞങ്ങളുടെ റോഡുകളൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോളും. അത് വിഷമിക്കേണ്ട. ഞങ്ങളുടെ മന്ത്രിയുണ്ട്, ബഷീർ സാറുണ്ട്. ബഷീർ സാർ കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെ നന്നാക്കിയിരിക്കും. കഴിഞ്ഞ മന്ത്രിയെ പോലെ അല്ല ഈ മന്ത്രി. അതേ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നല്ല പോലെ പ്രവർത്തിച്ച് കാര്യം നടത്തിക്കോളും. അത് വിഷമിക്കേണ്ട. മുഖ്യമന്ത്രി ഉണ്ടായ ആളാണ്, നിരവധി മന്ത്രിസ്ഥാനം കിട്ടിയ ആളാണ്. അവിടെ എന്തുണ്ടായി? ഈ 2 ടൗണുകളിലെ ഗതാഗതത്തിന് പരിഹരിക്കാൻ ബൈ റോഡുകളോ അല്ലെങ്കിൽ മേൽപ്പാലങ്ങളോ എന്തെങ്കിലും നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? പലപ്പോഴും മണിക്കൂറുകളല്ലേ ബ്ലോക്ക്. ഇപ്പൊ തന്നെ കഞ്ഞിക്കുഴി മുതൽ കളത്തിപ്പടി വരെ ബ്ലോക്കാണ് പലപ്പോഴും. ഇതൊക്കെ പരിഹരിക്കപ്പെടാൻ ഒരു ഉദ്യോഗസ്ഥരെ അത് പ്രശ്നം പരിഹരിക്കണമെന്ന് എങ്ങനെയാണ് നടക്കുക? രാഷ്ട്രീയപരമായി ഉണ്ടാവേണ്ട തീരുമാനങ്ങൾ. 10 വർഷം അല്ല, ചോദ്യം ചോദിച്ചാൽ ഉത്തരം കേൾക്കാനുള്ള മനസ്സുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉത്തരം പറയില്ല. ഇനി ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയില്ല. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരം കേൾക്കാനുള്ള മനസ്സില്ലെങ്കിൽ പിന്നെ ചോദ്യം ചോദിക്കുന്നതിന് അങ്ങ് പാർട്ടി ഓഫീസിൽ ചോദിക്കും. ഇത്രയേ ഉള്ളൂ, കൃത്യമാണ്. 10 വർഷക്കാലം ഞങ്ങളുടെ മണ്ഡലത്തിനോട് കാണിച്ച അവഗണനയാണെങ്കിൽ നിങ്ങൾ അയർക്കുന്നത്ത് വയ്ക്കൂ. ഒരു പാലം ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. എന്താ, പില്ലറിൽ മാത്രം നിൽപ്പുണ്ട്. ഉണ്ടോ? എന്തുകൊണ്ടാ? ഇപ്പൊ ഞങ്ങളുടെ വൈറോളജി സെന്റർ അമീബിക് സെന്റർ ആക്കി മാറി. എങ്ങനെയാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ടെസ്റ്റിംഗ് നടത്തിയ സ്ഥലമാണ്. കോവിഡിന്റെ കാലത്ത് ടെസ്റ്റിംഗ് നടന്ന സ്ഥലമാണ്. അവിടെ എന്തുകൊണ്ട് അമീബിക് സെന്റർ ആക്കി മാറ്റി? ഞങ്ങളുടെ ഫിലിം സിറ്റി എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരിഞ്ഞു നോക്കുന്നില്ലായിരുന്നു. അതിന് MLA ആണ് ഉത്തരവാദി. ചെയർമാൻ മുഖ്യമന്ത്രിയാ. എത്ര വർഷം മുഖ്യമന്ത്രി ഒന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ?
ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. അവിടെ ഒരു ഡയറക്ടർ ഫുൾ ടൈം തന്നിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും എൻ്റെ എന്താ പറയുക, പുതുപ്പള്ളി വന്നിട്ട് കമ്മ്യൂണിറ്റി സെന്ററിന് 6 പേരായിട്ടത്. പുതുപ്പള്ളിയിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, 6 പേരായിട്ടത്. എന്നിട്ട് പണി തീരാത്ത സിവിൽ സ്റ്റേഷൻ ഉണ്ട്, 6 പേരായിട്ടത്. അപ്പൊ നിങ്ങൾ കൃത്യമായി രാഷ്ട്രീയ വ്യത്യാസം 10 വർഷത്തിനിടയിൽ കാണിച്ചിട്ട് ഞങ്ങൾ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ റോഡുകളെ മൊത്തം തകർത്തിട്ടിട്ട് അതിന്റെ ഉത്തരവാദിത്തം MLA ചാരിതാർത്ഥ്യ ശ്രമമല്ലേ നടന്നിട്ടുള്ളത്? ഇനി പറഞ്ഞു. എന്റെ ചോദ്യം പറഞ്ഞ 2 പ്രധാനപ്പെട്ട ടൗണുകളാണ്. ദേശീയപാത റോഡ്, പഴയ റോഡ്. ആ നഗരത്തിലെ ഗതാഗതത്തിൽ ഒരുക്കാൻ കാലങ്ങളായി എന്ത് നടപടി സ്വീകരിച്ചു? അതിന് ഉദ്യോഗസ്ഥരെ മാത്രം പഴിയാൻ കഴിയില്ല. ഉദ്യോഗസ്ഥരല്ലോ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് സർക്കാരാണ് സമീപനം എടുക്കേണ്ടത്. സർക്കാർ ചെയ്തിട്ടില്ല. സർക്കാർ MLA മാത്രം വിചാരിച്ചാൽ നടക്കൂ? സർക്കാരിന്റെ പുതുപ്പള്ളിയോടുള്ള സമീപനം നിങ്ങൾ കണ്ടില്ലേ? സർക്കാർ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കേൾക്കൂ. സർക്കാർ സമീപനം എടുക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ ഒരു മീറ്റിംഗ് പോലും വിളിച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങളുടെ റോഡ് പലതവണ ഞാൻ ആവശ്യപ്പെട്ടു, ഒരു മീറ്റിംഗ് പോലും വിളിച്ചിട്ടില്ല. കഴിഞ്ഞ ഗവൺമെന്റ് കാര്യം പറയുന്നു. കോട്ടയത്തിന്റെ കാര്യം ഞാൻ പറയണ്ടോ? നിങ്ങളെ ഇത് നോക്കി, ആ സ്കൈ വാക്ക് ആരാ ഇത്ര നാളിട്ട് 10 വർഷം അങ്ങനെ കിടക്കാൻ കാരണം എന്താ? കഞ്ഞിക്കുഴിയിലെ ബ്ലോക്ക് അതെന്താ മാറ്റാത്തെ? സർക്കാർ വിചാരിച്ചാലേ നടക്കുള്ളൂ. സർക്കാർ ഇടപെടത്തില്ല. കാരണം കോട്ടയത്ത് തിരുവഞ്ചൂർ സാറാ MLA, അവിടെ ഞാനാ MLA. അതുകൊണ്ട് താല്പര്യമില്ല സർക്കാരിന്. സർക്കാർ ഇത്രയും രാഷ്ട്രീയ വ്യത്യാസം കാണിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ തോൽവി ഇടതുപക്ഷത്തിനുണ്ടായത്. ഇങ്ങനെ രാഷ്ട്രീയ വ്യത്യാസം കാണിക്കരുതെന്നുള്ളതാണ് എനിക്ക് എല്ലാവരും ഉള്ള അഭ്യർത്ഥന. ആര് ഭരിച്ചാലും ഇപ്പൊ ആ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോട്ട് കയറാൻ പറ്റുമോ? നിങ്ങൾ കുഴിയാണ്, വലിയ കുഴി രൂപപ്പെട്ടിരിക്കുക. എത്ര നാളായിട്ട് കുഴി കിടക്കുക? ഇന്നലെ ഞങ്ങൾ ആ കാര്യം ചർച്ച ചെയ്തു. ഞാൻ പറയുന്നത് സർക്കാരുകൾ ആരാണെങ്കിലും രാഷ്ട്രീയം നോക്കാതെ വികസനത്തെ നോക്കണം എന്നുള്ളത് എനിക്ക് പറയുന്നത്. ദേശീയ അധ്യക്ഷരോട് പണിയെടുത്ത് തിരുവനന്തപുരം MLA ഫണ്ടിൽ നിന്നാണ്. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞെന്താ, അദ്ദേഹം NSSന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വലിയ വ്യക്തിത്വമാണ്. NSSന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി വേട്ടയാടുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹത്തെ വേട്ടയാടുകയാണോ ചെയ്യുന്നത്? അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണോ ചെയ്യുന്നത്? അദ്ദേഹം കൃത്യമായ നിലപാട് എന്നുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുക അത് ശരിയല്ല. ഞാൻ പറഞ്ഞത് പൊതുസമൂഹത്തിന്റെ ഭാഗമായി പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹത്തോട് വ്യക്തിഹത്യ നടത്തിയാൽ എന്താ ഗുണം? ഇപ്പൊ എന്റെ പിതാവിനെ എന്തുമാത്രം വ്യക്തിഹത്യ നടത്തി? ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, എന്തൊക്കെ പറഞ്ഞു. അപ്പൊ അതേപോലെ ഒരാളെയും വേട്ടയാടുന്നത്, പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ ഒരാളെ മഹത്തായ പ്രവർത്തനം നടത്തുന്ന ആളെ വേട്ടയാടുന്നത് ശരിയല്ല എന്നുള്ളത് എന്റെ ഒപ്പീനിയനാണ്. അല്ല, തീർച്ചയായിട്ടും എന്റെ സ്റ്റാൻഡ് എന്നും അതാണ്. അന്ന് ചോദ്യം വന്നു, ഞാൻ ഉത്തരം പറഞ്ഞു. എന്റെ സ്റ്റാൻഡ് എന്നും അതാണ്. തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായി മറക്കാൻ പറ്റാത്തൊരു നേതാവാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ കുടുംബവും എന്റെ പിതാവുമായിട്ട് വലിയ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും അതേ ബന്ധം ഞങ്ങൾക്കുണ്ട്. അതേ മാന്യതയിൽ, അതേ സ്നേഹത്തിലാണ് ഞങ്ങൾ ഇന്നും അദ്ദേഹത്തെ കരുതുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകളെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തി ആക്രമിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഇപ്പൊ അദ്ദേഹത്തെ പറ്റി എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ കാണുമെന്ന് ചോദിച്ചാൽ ഞാൻ കാണും. എന്നോട് ചോദിച്ചാൽ എനിക്ക് വേണ്ടിയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പറയേണ്ട കാര്യമായിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി. അതിലുണ്ടായ ഒരു തർക്കമാണ് ആ ഗ്യാപ്പ് എന്നാണ്. അല്ല, അതൊക്കെ ഒരു പ്രശ്നമില്ലാതെ പരിഹരിക്കാൻ പറ്റുന്നവരാണ് ഞങ്ങളുടെ ലീഡർഷിപ്പ്. അത് പരിഹരിക്കും. ഞാൻ അതിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. അതൊന്നും അവർക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്കെന്ത് പറയാൻ പറ്റും മറ്റൊരാളെ പറ്റി? മറ്റൊരാളെ പറ്റി ഞാൻ അങ്ങനെ കമന്റ് ചെയ്യാം. പുതിയ അധ്യക്ഷൻ വരുന്നതിൽ ഒരുപാട് കാലാവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും എതിർ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നത് ഭയങ്കര തർക്കവും ബഹളവും വിവാദങ്ങളും ഒക്കെയാണ്. ഒരു തർക്കം ഉണ്ടാകത്തില്ല, സ്മൂത്തായിട്ട് തീരും. താമസിക്കും തോറും അതിന്റെ മാറ്റ് കൂടത്തേ ഉള്ളൂ. ഇരട്ടപ്പദവി എന്നുള്ളതൊരു ചർച്ചയാവുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ട്. ഇരട്ടപ്പദവി അല്ല, പാർട്ടിക്കകത്ത് ഇരട്ട പദവി കാണത്തില്ല.
ആ ഏതായാലും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒരാളാവാൻ പറ്റത്തില്ലല്ലോ, ഒരാളെ കാണത്തുള്ളൂ. അത് ഇരട്ട പദവി എങ്ങനെ പറയാൻ പറ്റുക? അതെങ്ങനെ ഇരട്ട പദവി പറയാം? ഇപ്പൊ പാർട്ടിക്കകത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒരാളാണെങ്കിൽ ഇരട്ട പദവി പറയാം, അതുണ്ടാവത്തില്ല. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒരാൾ എങ്ങനെയാവും? അല്ല അതിപ്പം തൽക്കാലത്തേക്കുള്ള ഒരു ഇതല്ലേ. ഇപ്പം നമ്മുടെ ശ്രീ ഇപ്പം KPC പ്രസിഡന്റ് ആയ സമയത്ത് തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ കുറെ നാൾ തുടർന്നത്. അതിനുശേഷമാണ് VM സുധീരൻ വന്നത്. എല്ലാത്തിനായിട്ട് സമയത്ത് ഇപ്പം പാർട്ടി തീരുമാനമെടുത്തു. ഓക്കെ.